മുട്ട് മാറ്റി വെച്ചാൽ നടക്കാൻ കഴിയുമോ എന്ന ആദ്യത്തെ ചോദ്യം. അവരുടെ ഭയം എന്ന് പറഞ്ഞാൽ നോർമൽ നാച്ചുറൽ നീ മാറ്റിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ നീയിലോട്ട് പോകുമ്പോൾ പഴയതുപോലെ എനിക്ക് നടക്കാൻ കഴിയുമോ? പലരും ധൈര്യപ്പെടുന്നതും മറ്റവർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടക്കുന്ന കണ്ടുകൊണ്ടാണ് പലരും ഓപ്പറേഷന് വരുന്നത്. അപ്പോൾ അവർക്കൊരു ഇതിന് മുന്നേ ഒരു എക്സ്പീരിയൻസോ മറ്റവരെ കാണാത്ത ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ എല്ലാവർക്കും ഭയമുണ്ടാവും. പക്ഷേ ബെസ്റ്റ് ടെസ്റ്റിമണി എന്ന് പറയുന്നത് ഒരു രോഗി വേറെ ഒരു രോഗിക്ക് പറയുമ്പോഴാണ് അത് ബെസ്റ്റ് ഒരു സാക്ഷ്യം. സാധാരണ രീതിയിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ തേയ്മാനത്തിനാണ് അത് ചെയ്യുന്നത്. ഈ മുട്ട് തേയ്മാനം എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ ഇടയിലുള്ള മജ്ജ, അതായത് എല്ലിൻ്റെ മുകളിൽ ഒരു കാർട്ടിലേജ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. ഈ മജ്ജ തേഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ എല്ലുകൾ തമ്മിൽ, ഈ ജോയിൻറ്റിൻ്റെ ഇടയിൽ ഉള്ള എല്ലുകൾ തമ്മിൽ അത് രണ്ടും കൂട്ടിച്ചേരുമ്പോഴാണ് വേദനയുണ്ടാകുന്നത്. അപ്പോൾ ഈ തേയ്മാനം വരുന്നത് ഒന്ന് പ്രായം കൂടുമ്പോൾ മുട്ടിൻ്റെ ആ ഒരു ഓവർ ദ ഏജ്, പ്രായം കൊണ്ടുവരുന്നതായിട്ടുള്ള തേയ്മാനം പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. അതിന് മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ഒരു 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും പേഷ്യൻസിന് ഒരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഒട്ടും നടക്കാൻ വയ്യാതെ മുട്ട് വളഞ്ഞ് വീൽ ചെയറിലോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. അത് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ബാക്കിയെല്ലാം സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. സെക്കൻഡറി എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരു കാരണം കൊണ്ട് ഈ ഒരു തേയ്മാനം വരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആർത്രൈറ്റിസ്. അതുകൊണ്ട് ഒരു ആർത്രൈറ്റിസ് കാരണം മുട്ടിൻ്റെ മജ്ജ അങ്ങ് ദ്രവിച്ചു പോകുന്നു, അന്നേരം അത് തേയ്മാനത്തിലോട്ട് നയിക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇഞ്ചുറി, ലിഗമെൻ്റ് ഡാമേജ് വന്നിട്ട് നമ്മളത് ശ്രദ്ധിക്കാതെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. എല്ല് തമ്മിൽ അത് ഉരസുമ്പോൾ അവിടെ ആ തേയ്മാനം വരുന്നു, അതും നീ റീപ്ലേസ്മെൻറ്റിലോട്ട് നയിക്കുന്നു. മുൻപ് സെപ്റ്റിക് ആർത്രൈറ്റിസ്, മുട്ടിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് മുട്ടിൻ്റെ മുകളിലുള്ള ആ കാർട്ടിലേജ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതും തേയ്മാനത്തിലോട്ട് നയിക്കുന്നു. അപ്പോൾ ഏജ് കൊണ്ടും മുട്ടിന് തേയ്മാനം വരാം, അല്ലെ വേറെ കാരണങ്ങൾ, ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും തേയ്മാനത്തിലോട്ട് എത്തിക്കാം. അപ്പോൾ ഇതിൻ്റെ തേയ്മാനം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ഒരു നീ റീപ്ലേസ്മെൻ്റ് എന്ന ശസ്ത്രക്രിയയിൽ കൂടെയാണ് നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നത്. നീ റീപ്ലേസ്മെൻറ്റ് ഇപ്പം മുട്ടിൻ്റെ സ്റ്റേജസ് ഉണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് തേയ്മാനത്തിൻ്റെ സ്റ്റേജസ് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ 1, 2, 3, 4 സ്റ്റേജസ് ഉണ്ട്. 1 തൊട്ട് 3ാമത്തെ സ്റ്റേജ് വരെ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ്സ്, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് സ്റ്റേജ് 1 and 2 തേയ്മാനത്തിന് മുട്ടിന് കുറേ എക്സസൈസൊക്കെ ചെയ്ത് മുട്ടിനുള്ള വേദനയ്ക്കുള്ള മെഡിസിൻസ് കഴിക്കാം. മുട്ടിനുള്ള എക്സസൈസും അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ഒന്ന് കുറയ്ക്കാം. അങ്ങനെ ചില മെഡിസിൻസും ഫിസിയോതെറപ്പിയും വെച്ച് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ല, ഈ ഒരു മാനേജ്മെൻറ്റ് ചെയ്തിട്ടും പേഷ്യൻറ്റിന് വേദനയുണ്ടെങ്കിൽ നമ്മൾ മുട്ടിൻ്റെ ഉള്ളിൽ PRP, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും. പേഷ്യൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു 20 മില്ലി രക്തമെടുത്ത് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റിൻ്റെ അംശം മാത്രം മാറ്റി അതിനെ മുട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റീജനറേറ്റീവ് തെറപ്പിയാണ്. അപ്പം അത് സ്റ്റേജ് 1 to സ്റ്റേജ് 3, 3ാം ഘട്ടം വരെ ഉള്ള തേയ്മാനത്തിന് വളരെ ഉപയോഗം ആയിട്ട് വന്നിട്ടുണ്ട് പേഷ്യൻസിന്. എല്ലാവർക്കും തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ തീർച്ചയായിട്ടും അത് ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ആ സ്റ്റേജ് കഴിഞ്ഞ് 4ാമത്തെ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒട്ടും നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു പോകുന്നു. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞു കൂടുന്നതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പേഷ്യൻ്റ് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റുന്നത് നീ റീപ്ലേസ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആ ഘട്ടം എത്തുമ്പോൾ സ്റ്റേജ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആകുമ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് നല്ലൊരു ഓപ്ഷനാണ്. സാധാരണ രീതിയിൽ ഒരു 15-20 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി പറയുന്നത്. എന്നാൽ 20-25 വർഷം വരെയും വന്ന മുട്ടുകളും ഉണ്ട്.
അപ്പം പക്ഷേ ഓൺ ആൻ ആവറേജ് നമ്മൾ പറയുമ്പോൾ 15-20 വർഷമാണ് അതിൻ്റെ കാലാവധി പറയുന്നത്. നീ റീപ്ലേസ്മെൻറ്റ് സർജറി തീർച്ചയായിട്ടും ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. അത് 90% ഓപ്പറേഷൻ വിജയിക്കുന്ന ഒരു കേസാണ്. ഒട്ടും നടക്കാൻ വയ്യാതെ വേദന അനുഭവിക്കുന്നവർക്കെല്ലാം ഒരു വലിയൊരു അനുഗ്രഹം തന്നെയെന്ന് എനിക്ക് പറയാൻ കഴിയും. ഏത് ഓപ്പറേഷൻ ചെയ്താലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതില്ലെന്ന് ഈ ഒരു ശസ്ത്രക്രിയയ്ക്കും ആ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്നാൽ ഈ മുറ്റിയ സ്റ്റേജ് കഴിഞ്ഞിട്ടും ചിലർ മുട്ടിന് വളവൊക്കെ വരുത്തി വെച്ചിട്ട് പിന്നെ മസിൽസ് എല്ലാം വീക്കായി ലിഗമെൻറ്റ്സ് ഒക്കെ വലിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞ് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ, അതായത് തിരിച്ചൊരു നോർമൽ ലൈഫിലോട്ട് വരാൻ കുറച്ച് താമസം ഉണ്ടാവും. എന്നാൽ സ്റ്റേജ് 4 എത്തി അവർ കുറച്ച് വേദന അസഹ്യമാകുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നു എന്ന് അറിയുമ്പോൾ തന്നെ മുട്ട് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ട്. ബിക്കോസ് അവരുടെ മസിൽസും അവരുടെ ലിഗമെൻറ്റ്സ് ഒക്കെ നല്ല കണ്ടീഷനിലുള്ളപ്പോഴേ തന്നെ നമ്മൾ മുട്ട് മാറ്റി വയ്ക്കുമ്പോൾ ആ ഫങ്ഷൻസ് റെസ്റ്റോർ ചെയ്യുന്നു. മറ്റേത് മുറ്റിക്കഴിഞ്ഞിട്ടും നീട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? മസിൽസ് വീക്കാകും, ലിഗമെൻറ്റ് വീക്കാവും. എന്നാൽ നമ്മൾ മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫങ്ഷൻ റെസ്റ്റോറായി വരാൻ താമസമുണ്ടാകും. അത് പക്ഷേ ഫിസിയോതെറപ്പി ചെയ്ത് തീർച്ചയായിട്ടും ബാക്ക് ടു ഒരു 100% നോർമൽ എന്ന് ഞാൻ പറയില്ല. ലോകമെമ്പാടും ലിറ്ററേച്ചർ പറയുന്ന 20% ഓഫ് പേഷ്യൻസിന് തീർച്ചയായിട്ടും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അവരുടെ പ്രതീക്ഷ ചിലപ്പം നേരത്തെ ഉള്ള മുട്ടിനെ പോലെ തന്നെ ആകണം എന്ന് ഉള്ള വലിയ പ്രതീക്ഷയായിരിക്കും. പക്ഷേ അത്ര ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ എന്നാലും ഒരു നല്ല വേദന, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്ന അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്കൊരു ഫങ്ഷണലായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ പലർക്കും ഒരു നല്ല ഒരു ശസ്ത്രക്രിയയാണ് നീ റീപ്ലേസ്മെൻറ്റ്. അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നേരത്തെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു, 5 വർഷക്കാലം താമസിച്ച് പോയി, എൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ പലരും പറയുന്നത് അത് തന്നെ, ഇപ്പോൾ അവരനുഭവിക്കുന്ന നന്മ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നീ റീപ്ലേസ്മെൻറ്റ് ഒരു വളരെ സക്സസ്ഫുൾ സർജറിയാണ്. സാധാരണ രീതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 2ാമത്തെ ദിവസം, ചില പേഷ്യൻസിന് ആദ്യത്തെ ദിവസം തന്നെ ICUയിൽ വെച്ച് നമ്മൾ പേഷ്യൻസിനെ നടത്തിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 മാസം പേഷ്യൻ്റ് വാക്കർ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫിസിയോതെറപ്പി റീഹാബിലിറ്റേഷൻ ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മുട്ടിനും നല്ല എക്സസൈസ് എല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഫിസിയോതെറപ്പി ചെയ്യുന്ന സമയത്ത് ഈ സർജറി കഴിഞ്ഞ് ഉള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വേദന എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ വേദന കഴിഞ്ഞിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാമെന്ന് നമ്മൾ കാത്തിരുന്നാൽ മുട്ടിന് സ്റ്റിഫ്നെസ്, അതങ്ങ് പിടുത്തം കയറും. അപ്പം ആ മുട്ടിൻ്റെ മുറിവ് കരിയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫിസിയോതെറപ്പിയും സൈഡ് ബൈ സൈഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പേഷ്യൻ്റ് ഒരു 2 മാസമോ 3 മാസമോ കഴിയുമ്പോൾ അവരുടെ നോർമൽ ലൈഫിലോട്ട് അവർക്ക് കടന്നു ചെല്ലാം. നോർമൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ഒരു പ്രവർത്തനം അവർക്ക് 2 മാസം കഴിയുമ്പോൾ ചെയ്യാൻ കഴിയും. വീട്ടിന് പുറത്ത് പോകുന്നതോ യാത്ര ചെയ്യുന്നതോ എല്ലാം ഒരു 3 മാസം കഴിയുമ്പോൾ ഓൺ ആൻ ആവറേജ് എൻ്റെ അനുഭവത്തിൽ പേഷ്യൻസ് എല്ലാവരും ആ ഒരു ഇതിൽ കടന്നു ചെന്നിട്ടുണ്ട്. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഴയതുപോലുള്ള സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിൽ പോകാൻ കഴിയുകയില്ല. പക്ഷെ എന്നാൽ അവർക്ക് ഒരു നല്ല ബ്രിസ്ക് വാക്കിംഗ്, ചെറിയ ജോഗിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ അഗ്രസീവ് സ്പോർട്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് തുനിയാനൊന്നും അഡ്വൈസ് ചെയ്യാറില്ല. അതിൻ്റെ കാലാവധി അത് നമ്മൾ ഓവർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാലാവധി കുറയുന്നു. അപ്പം ഇത് പ്രായമുള്ളവർക്കും മുട്ട് തേഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്കൊരു നോർമൽ ജീവിതം പോലും നയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ളവർക്കാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ലിഗമെൻറ്റ് സർജറീസ്, ഒരു സ്പോർട്സ് ഇഞ്ചറി കാരണം മുട്ടിനകത്തെ ലിഗമെൻറ്റോ മെനിസ്കസോ അല്ലെങ്കിൽ ഷോൾഡറിൽ ഉണ്ടാകുന്ന ചില ഇഞ്ചുറീസോ, അതിനൊക്കെ കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു
നോർമൽ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുമ്പം ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, റോബോട്ടിക് സർജറി. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ അതും ഡോക്ടേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്, റോബോട്ടല്ല ചെയ്യുന്നത്. റോബോട്ടിക് അസിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് അത് നമുക്കതിൻ്റെ എത്ര എല്ലിന് കട്ട്സ് എടുക്കണം, ഏത് ആംഗിളിനാണ് എടുക്കുന്നത്, എത്ര തിക്നെസ്സിലാണ് നമ്മൾ എടുക്കേണ്ടത്, ആ വക കാര്യങ്ങളൊക്കെ റോബോട്ടിക് സർജറിയിൽ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ സർജൻസ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ എന്നാൽ റോബോട്ടിക് അസിസ്റ്റൻസും കൂടെ നമുക്ക് ലഭിക്കുന്നു. അതാണ് ഇപ്പോൾ നീ റീപ്ലേസ്മെൻറ്റും ഹിപ്പ് റീപ്ലേസ്മെൻറ്റിലൊക്കെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി അവൈലബിൾ ആയിട്ടുള്ളത്.